സൂപ്പർ താരം വിജയിന്റെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജനനായകന്റെ ട്രെയിലർ പുറത്തുവിടുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവുമായി നിർമ്മാതാക്കൾ രംഗത്ത് വന്നു. ഈ പുതുവത്സര ദിനത്തിൽ പുറത്തിറങ്ങുമെന്ന് പ്രവചിച്ച ചിത്രത്തിന്റെ ട്രെയിലർ ജനുവരി 3-ന് പുറത്തുവിടുമെന്നാണ് പ്രഖ്യാപനം. തന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ദളപതി വിജയ് ചിത്രത്തിന്റെ ട്രെയിലർ പോസ്റ്റർ പങ്കിട്ടത്. ജനുവരി 9-ന് തിയേറ്ററിൽ ചിത്രം റിലീസ് ചെയ്യുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതിന്റെ ട്രെയിലർ പുറത്തുവരുന്നത്. തമിഴ് സൂപ്പർ താരം ദളപതി വിജയുടെ അവസാന സിനിമ എന്ന നിലയിൽ ആരാധകരിൽ വലിയ പ്രതീക്ഷ ഉണർത്തുന്ന ചിത്രമാണ് ജനനായകൻ. മലേഷ്യയിൽ വെച്ചാണ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ താരം അത് സ്ഥിരീകരിച്ചിരുന്നു. ലെറ്റ് സിനിമ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ജനനായകൻ സിനിമയുടെ ട്രെയിലർ തമിഴിന് പുറമെ തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലും റിലീസ് ചെയ്യും. ഈ ചിത്രത്തിൽ 7 രംഗങ്ങളിൽ വയലൻസ് ആക്ഷൻ സീനുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് സിനിമയെക്കുറിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ വിജയുടെ സിനിമാ ജീവിതത്തിലെ അവസാന ചിത്രമെന്ന പ്രഖ്യാപനത്തോടെയാണ് നേരത്തെ ഈ ചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തിറങ്ങിയിരുന്നത്. ഇതിനോടൊപ്പം പുറത്തുവിട്ട പ്രൊമോഷണൽ ഉള്ളടക്കങ്ങളും ഗാനങ്ങളും സിനിമയെക്കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കഥ പറയുന്ന സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിച്ച സിനിമയാണ് ജനനായകൻ. വിജയുടെ അവസാന ചിത്രമെന്ന ആരാധകരുടെ വികാരവും ഈ ചിത്രത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ജനനായകൻ 2026 ജനുവരി 9-ന് ലോകം എമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. റിലീസിന് മുമ്പേ തന്നെ ചിത്രം നേടിയ പല റെക്കോർഡുകളും ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയം നേടുമെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഈ ചിത്രത്തിൽ വിജയ്ക്കൊപ്പം നടി മമിത ബൈജു, ബോബി ഡിയോൾ എന്നിവരും എത്തുന്നുണ്ട്. നേരത്തെ തന്റെ അവസാന സിനിമയായ ജനനായകന്റെ ഓഡിയോ ലോഞ്ചിൽ വിജയ് ഏറെ വികാരാധീനായിട്ടാണ് സംസാരിച്ചത്. തനിക്ക് എല്ലാം നൽകിയ ആരാധകർക്ക് വേണ്ടി നിലകൊള്ളുന്നതിനാണ് സിനിമ ഉപേക്ഷിക്കുന്നതെന്ന് മലേഷ്യയിൽ നടന്ന ഓഡിയോ ലോഞ്ചിൽ വിജയ് പറഞ്ഞിരുന്നു. ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ കരുതിയിരുന്നത് ഞാനിവിടെ ചെറിയ ഒരു മണൽ വീട് കെട്ടുകയാണെന്ന്. എന്നാൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഒരു കൊട്ടാരമാക്കി വളർത്തി. ഒരു കോട്ട തീർക്കാൻ ആരാധകർ എന്നെ സഹായിച്ചു. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി നിലകൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച ആരാധകർക്കായി ഞാൻ സിനിമ തന്നെ ഉപേക്ഷിച്ചു എന്നാണ് ലക്ഷക്കണക്കിന് വരുന്ന കാണികളെ സാക്ഷിയാക്കി വിജയ് അന്ന് പറഞ്ഞത്. കോലാലംപൂരിലെ ബുക്കിത് ജലീൽ സ്റ്റേഡിയത്തിൽ ദളപതി തിരുവിഴ എന്ന പേരിലാണ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നത്. ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ പങ്കെടുത്ത പരിപാടി മലേഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടി. ശ്രീലങ്കയ്ക്ക് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ തമിഴ് വംശജർ ജീവിക്കുന്ന രാജ്യമാണ് മലേഷ്യ. മലേഷ്യയിലെ ആരാധകർക്ക് വിജയ് ഒരു ഉപദേശവും നൽകിയിരുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ വേണമെന്ന് വലിയ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കരുത്തനായ ഒരു ശത്രുവിനെയാണ് വേണ്ടത്. കരുത്തനായ ഒരു ശത്രു ഉള്ളപ്പോൾ നിങ്ങളും കരുത്തനാകും. അതുകൊണ്ട് 2026-ൽ ചരിത്രം ആവർത്തിക്കും. അതിനെ ജനങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യാൻ തയ്യാറായിരിക്കൂ എന്നാണ് വിജയ് പറഞ്ഞത്.